റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോട്ടയം NDAയിൽ ഭിന്നത. സീറ്റ് നൽകാത്ത പഞ്ചായത്തുകളിലെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഇട്ടിക്കുന്നേൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ സീറ്റ് തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, തിരുവനന്തപുരത്ത് ഇടഞ്ഞു, ഇപ്പോൾ ഇടഞ്ഞ് പള്ളിക്കത്തോട് ഒറ്റയ്ക്ക് മത്സരിക്കാനും BDJS തയ്യാറെടുക്കുകയാണ്. പരിഹാരത്തിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, അതോ BDJS മത്സരിക്കട്ടെ എന്ന് കരുതി വിടുകയാണോ? സുജിയ, BJPയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊന്നാണ് പള്ളിക്കത്തോട് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ അവർ വിജയിച്ചിരുന്നു. അന്ന് BDJSന്റെ ഒരു പിന്തുണയോട് കൂടിയാണ് ആ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ BJP കഴിഞ്ഞെന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഭാഗത്തും BDJS വിട്ടുനിൽക്കുന്ന BJPക്ക് സംബന്ധിച്ചോളം അത് പ്രതിസന്ധി തന്നെയാണ്. കാരണം ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ സമുദായ വോട്ടുകളൊക്കെ ഉണ്ട്. സമുദായ വോട്ടുകളിലൊക്കെ തന്നെ ഭിന്നപ്പുണ്ടായാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാവും. കാരണം വലിയ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ തവണ 3 പഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഇതിൽ ഇത്തവണ അതിൽ കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കാമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നൽകാത്ത പഞ്ചായത്തുകൾ, ഇത് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ സീറ്റ് തർക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ കഴിഞ്ഞ തവണ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പോലും BDJSന്റെ മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യം ഇപ്പോൾ ഇത്തവണ സീറ്റ് നൽകില്ല എന്ന് BJP നേതൃത്വം പറഞ്ഞതോടുകൂടിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. 5 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJSന്റെ തീരുമാനം. 3 വാർഡുകൾ ഇതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തുറന്ന പോരിലേക്ക് BDJSും BJPയും പള്ളിക്കത്തോട് പഞ്ചായത്തിലും ജില്ലയിലും പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നൽകാത്ത പഞ്ചായത്തുകളെല്ലാം തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് BDJS പോകുന്നു. ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന 2 പാർട്ടികൾ പോകുമ്പോൾ സ്വയമായതിൽ ഭിന്നിപ്പിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്, സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം BDJSന്റെ വോട്ടുകൾ ഈ സമുദായ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിപ്പുണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവുമെന്ന ആശങ്ക BJPക്കുണ്ട്. കാരണം പള്ളിക്കത്തോട് പഞ്ചായത്തിലടക്കം BDJSന് വലിയ സ്വാധീനമുണ്ട്. അവിടെ സമുദായ വോട്ടുകളും വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ പനച്ചിക്കാട് പഞ്ചായത്തിലും ഒക്കെ തന്നെ BJP വിജയിക്കുന്ന വാർഡുകളിലൊക്കെ തന്നെ BDJSന്റെ പങ്കും വലുതാണ് എന്നുള്ളതാണ്. അവിടെ BDJSന്റെ മെമ്പർമാരുള്ള പഞ്ചായത്തുകൾ ഒരുപാട് കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇതിന് സമവായ നീക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി തന്നെയായിരിക്കും എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എന്തായാലും പനച്ചിക്കാട് പഞ്ചായത്തിൽ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും 5 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റെല്ലാ പഞ്ചായത്തുകളും, അതായത് സീറ്റ് നൽകാത്ത എല്ലാ പഞ്ചായത്തുകളും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാനാണ് BDJSന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സുജയ. ഓക്കെ, അഖിൽ കെ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.